ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു, ഭാരിക്കുമോ. അനീതിയുള്ള ന്യായാധിപൻ്റെ ഒരു ഉപമ ഇവിടെ കർത്താവ് നമ്മളോട് മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഊന്നി പറയുകയാണ്. ഈ ഉപമയുടെ അവസാനം കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് അവനോട് തന്നെ ചോദിക്കുകയാണ്. നമ്മളുള്ളത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയുള്ള ആ സമയത്ത്, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു പൂർണ്ണ ബോധ്യം കർത്താവ് തൻ്റെ രണ്ടാമത്തെ വരവിൽ വിശ്വാസമുള്ളവരായി നമ്മളെ കാണുവാനും നമ്മുടെ പ്രാർത്ഥന അവൻ്റെ സന്നിധിയിൽ എപ്പോഴും ചെല്ലുവാനും മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യകത അവൻ ഇവിടെ ഈ ഉപമയിലൂടെ, ആ വിധവ എങ്ങനെ ആ അനീതിയുള്ള ന്യായാധിപൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും തൻ്റെ കാര്യം ഒരു പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെട്ടു പോകും, അതേപോലെ തന്നെ നമ്മുടെ പിതാവാം ദൈവത്തിനോട് നമ്മളും നമ്മുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾ അത് ക്രിസ്തുവിൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത് അത് അവൻ നമുക്കായി നടത്തിത്തരും. കാരണം നമുക്കറിയാം, അവൻ്റെ സമയം അത് നമ്മുടെ കലണ്ടറിനോ നമ്മുടെ മാസങ്ങൾക്കോ നമ്മുടെ ദിവസങ്ങൾക്കോ ഉതകുന്ന വിധത്തിലല്ല. അവൻ്റെ സമയം അത് നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി, അവൻ്റെ രണ്ടാമത്തെ വരവിൽ അവൻ നമ്മളെ അവൻ്റെ ഗണത്തിൽ എണ്ണപ്പെടുന്നതിനായി ഒരുപക്ഷെ അവൻ തരുന്ന സഹനങ്ങൾ, അവൻ തരുന്ന വേദനകൾ, ആ സഹനങ്ങളിലും വേദനകളിലും അവൻ്റെ രണ്ടാമത്തെ വരവിൽ അവൻ നമ്മളോട് കരുണയുള്ളവനായിരിക്കുവാനായി നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള ശക്തി നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.